സംസ്ഥാനത്തൊട്ടാകെ വലിയ രാഷ്ട്രീയ നിയമ കോളിളക്കം സൃഷ്ടിച്ച മുട്ടിൽ മരമുറി കേസിൽ പ്രധാന പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. അമ്പലവയൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ തുടർ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. കേസ് നടപടികൾ അവസാനിപ്പിക്കണമെന്ന പ്രതികളുടെ ആവശ്യം മുൻപ് തള്ളിയ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ യാതൊരു ന്യായമായ കാരണങ്ങളുമില്ല എന്ന് ജസ്റ്റിസ് ഗിരീഷിൻ്റെ ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഈ നിർണായക വിധി UDF സർക്കാരിൻ്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായി മാറുകയാണ്. വയനാട്ടിലെ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന ഈട്ടിത്തടികൾ വെട്ടിമാറ്റി തൃപ്പൂണിത്തറയിലുള്ള മലബാർ ടിമ്പർ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന് വ്യാജ ട്രാൻസിറ്റ് പാസുകൾ കാണിച്ച് വിറ്റ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് പ്രതികൾക്കിനി വിചാരണ നേരിടേണ്ടി വരുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വനസമ്പത്ത് കൊള്ളയടിച്ചവർക്കും തട്ടിപ്പുകാർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. എത്ര ഉന്നതരും സ്വാധീനമുള്ളവരുമായ പ്രതികളായാലും നിയമത്തിൻ്റെ വിടവുകളിലൂടെ ഊരിപ്പോകാൻ സമ്മതിക്കില്ലെന്ന സർക്കാരിൻ്റെ ഉറച്ച നിലപാടാണ് പ്രോസിക്യൂഷനിലൂടെ ഹൈക്കോടതിയിൽ പ്രതിഫലിച്ചത്. കൃത്രിമ രേഖകളുണ്ടാക്കി സാമ്പത്തിക വഞ്ചന നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് കോടതി വ്യക്തമാക്കിയത് പോലീസിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും വളരെ കൃത്യമായ അന്വേഷണത്തിനുള്ള ഒരു അംഗീകാരമാണ്. അഴിമതിക്കും പ്രകൃതി ചൂഷണത്തിനുമെതിരെ UDF സർക്കാർ സ്വീകരിക്കുന്ന ഭരണമികവിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കോടതി ഉത്തരവ്. ഇനി സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ലാതെ ചോറ്റാനിക്കര കോടതിയിൽ വിചാരണ നടപടികൾ അതിവേഗം തുടരും. വനസമ്പത്ത് കൊള്ളയടിച്ചവർക്ക് അർഹമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുമ്പോൾ വരും ദിവസങ്ങളിൽ വിചാരണ കോടതിയിൽ നിന്ന് പുറത്തുവരാൻ പോകുന്ന നിർണായക വിവരങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം.